ഒരു കഷ്ണം ചൂട് തേപ്പില ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ആദ്യം നമ്മൾ ആ പച്ചമുളക് അച്ചാറിൻ്റെ ഒരു കഷ്ണം ഇതിലേക്ക് എടുത്തിട്ട് പിന്നെ വേണം മട്ടർ പനീർ എടുക്കാൻ. എന്നിട്ട് അതങ്ങ് പൊതിഞ്ഞിട്ട് കഴിച്ചു കഴിയുമ്പോൾ അതായത് ഇതുപോലെ ഡാൻസ് ചെയ്യും. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേപ്ലയാണ്. പേര് കേട്ടാൽ കുറച്ച് ഞെട്ടുന്നുണ്ടെങ്കിലും കാര്യം സിമ്പിളാണ്. ഉലുവയില കൊണ്ടുള്ള പറാഠ. ഓക്കെ, ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മാവിൽ വെള്ളം കൂടി പോയാൽ ഇത്തിരി ബുദ്ധിമുട്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഷുഗർ ഉള്ള ആളുകൾക്ക് മേഥി അഥവാ ഉലുവയില വളരെ നല്ലതാണ്. ഇതിന്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു മട്ടർ പനീറാണ്. അപ്പൊ ജൽദി നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് കാര്യങ്ങൾക്ക് മുന്നോട്ട് നീക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ വെജി പൂജ ചാനൽ. കിച്ചണിലേക്ക് പോകുന്ന വഴിക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉലുവയില കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ആ തണ്ട് അത്യാവശ്യം മാറ്റിയെടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നുറുക്കി കഴിയുമ്പോൾ അത് നമുക്ക് ശരിയാക്കിയെടുക്കാം. പക്ഷെ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം മണ്ണുണ്ടാവും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകേണ്ടി വരും. അങ്ങനെ കഴുകിയിട്ട് ഇതുപോലെ എല്ലാം കൂടെ പിടിച്ച് ഒരുമിച്ച് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് നുറുക്കിയതിന് ശേഷം കത്തി വെച്ച് നുറുക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഇതിനെ ചെറിയ 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 കഷ്ണങ്ങളാക്കാനായിട്ടുള്ള ഒരു സൂത്രപ്പണി എന്ന് പറയുന്നത് കത്രിക ഉണ്ടല്ലോ, കത്രിക കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കാനുള്ള ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ മാവ് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇത്രയും ഇടുക. അത് കഴിഞ്ഞിട്ട് ജീരകം ഉണ്ടല്ലോ, ജീരകം ഒരു കയ്യിൽ ഇതുപോലെ ഇത്ര എടുത്തിട്ട് നന്നായിട്ട് ഞെരടി ഇടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് അതിലേക്ക് വരിക. പിന്നെ ഞാൻ ചേർക്കുന്നത് അജ്വൈനാണ്, അയമോദകം. ഇതുണ്ടെങ്കിൽ മാത്രം മതി, ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് അജ്വൈൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇതുപോലുള്ള പറാഠകൾ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഇടാറുണ്ട്. അതും ഇതുപോലെ ഞെരടിയിട്ടിടുക. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് എണ്ണയാണ്. ഒരു സ്പൂണോ 2 സ്പൂണോ എണ്ണ, അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല. പിന്നെ ഇഞ്ചി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട്, ഒരു ഇത്തിരി ഇഞ്ചി, വളരെ കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുക. പിന്നെ ഇതിലേക്ക് പച്ചമുളകും ഇടാറുണ്ട് പലരും, ഉള്ളിയും ഇടാറുണ്ട്. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വേർഷനാണ് ഉണ്ടാക്കുന്നത്. ഇവനും കൂടെ കഴിക്കാൻ പറ്റുന്നതായതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല. ഇനി നമ്മുടെ പ്രധാന കഥാപാത്രം നമ്മുടെ മേഥി, അതായത് ഉലുവയില നുറുക്കി വെച്ചിരിക്കുന്നത് ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കുഴച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവമാവാതിരിക്കാനായിട്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മട്ടർ പനീറിൻ്റെ പണിയിലേക്ക് കിടക്കാം. ഓക്കെ, എൻ്റെ എല്ലാ റെസിപ്പീസും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാറ്. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും, 2 തക്കാളി 2 ഉള്ളിയും കൂടെ ഞാൻ പാത്രത്തിലേക്ക് അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ, അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കായം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇടാം. എരിവ് വേണ്ടവർക്ക് സാധാരണ മുളക് പൊടിയും, അല്ലാത്തവർക്ക് കാശ്മീരി ചില്ലി 1-1.5 സ്പൂൺ വരെ ഇടാവുന്നതാണ്, നല്ല കളർ കിട്ടാൻ നല്ലതാണ്. പിന്നെ വേണ്ടത് നമ്മുടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മസാലപ്പൊടി നമ്മൾ വാങ്ങിച്ച് വെക്കേണ്ടത് പാവ് ഭാജി മസാലയാണ്. എല്ലാ കറികൾക്കും ഉപയോഗിക്കാം, നല്ല സ്വാദും കിട്ടും. അപ്പോൾ ഞാൻ പാവ് ഭാജി മസാല ഒരു 2 സ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. സാധാരണ ഈ പനീർ മട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ മട്ടർ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ തക്കാളി ഉള്ളിയും അരച്ചിട്ടാണ് ഉപയോഗിക്കുക. ഇന്ന് നമ്മൾ അരയ്ക്കുന്നില്ല. പനീർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ അത് നന്നായിട്ട് ഉടച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ക്യൂബായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ മട്ടർ ഇല്ല, പനീർ ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ, കറി ഒന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട. ഈ തേപ്ല ഉണ്ടാക്കുക, അതായത് ഉലുവയില കൊണ്ടുള്ള പറാഠ ഉണ്ടാക്കുക. എന്നിട്ട് നല്ലൊരു റൈത്ത ഉണ്ടാക്കാം. കുക്കുംബറും ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ മല്ലിയിലേക്ക് ഇട്ടിട്ട്
തൈര് ഒഴിച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി തേപ്ല നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ആദ്യം കുഴച്ച് വെച്ച മാവിൽ ഇത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൈ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലേക്ക് ആവരുത് എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പൊടിയിട്ടിട്ട് ഉപ്പും ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരത്താൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മാവ് പരത്തുമ്പോൾ, അല്ല കുഴയ്ക്കുമ്പോൾ. ഈ പരാഠകളൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലോ ശരിക്കും നെയ്യ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്വാദാണ്. പക്ഷെ എല്ലാവർക്കും നെയ്യ് അത്ര ഇഷ്ടമല്ല. പിന്നെ ചിലർ ഫാറ്റ് അധികം വേണ്ടാന്ന് വെച്ചാൽ നെയ്യ് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എണ്ണ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നെയ്യ് തന്നെയാണ്. അപ്പം നമ്മുടെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ ഒരു ഡ്രൈ പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി പാലോ വെള്ളമോ ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ മതി. ഉലുവയില പരാഠ. ഥേപ്ല ആക്ച്വലി മഹാരാഷ്ട്രയിലും രാജസ്ഥാൻ, ഗുജറാത്ത് അങ്ങനെ പലയിടങ്ങളിലും ഉണ്ട്. ഇത് എവിടുത്തെ ഡിഷാണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഥേപ്ല ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക്. നമ്മുടെ മട്ടർ പനീറും അതിൻ്റെ അടുത്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അച്ചാറാണ്. അത് മസ്റ്റാണ് കേട്ടോ. പറാഠയുടെ കൂടെ അച്ചാർ അല്ലെങ്കിൽ ഒരു രസമില്ല. ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് പച്ചമുളക് അച്ചാറുണ്ട്, അതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് തൈരും കൂടി കൂട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ഉലുവയില കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ. എന്നിട്ട് തേപ്ല ഉണ്ടാക്കുക, അതായത് ഉലുവയില പറാഠ ഉണ്ടാക്കിക്കോളൂ. പിന്നെ മട്ടർ പനീറും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എന്നിട്ട് പറയുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. മാസ്ക് ഇടാൻ മറക്കരുത്, സാനിറ്റൈസർ യൂസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസും കാണാൻ മറക്കരുത്. ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. ബൈ.